ഹലോ കുട്ടീസ്, നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് എക്സാം ഒക്കെയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സും നന്നായിട്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്തുതാ സൈലത്തിലെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. നമ്മുടെ മെഗാ മാരത്തോണിലും ലൈവിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഡൗട്ട്സുകളൊക്കെ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, ഏത് ചാപ്റ്റർ ആണ് ടീച്ചർ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞത്? പല രൂപത്തിൽ നമുക്ക് ചുറ്റും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു അവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കും. ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ദ്രാവകാവസ്ഥയെ കുറിച്ചാണെന്ന് വിചാരിച്ചു. ഇപ്പൊ വെള്ളത്തിന്റെ ആകൃതി മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വെള്ളത്തിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെ, വെള്ളത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ നിശ്ചിതമായിട്ടുള്ള ഒരു ആകൃതിയില്ല, നോ ഡെഫിനിറ്റ് ഷേപ്പ് എന്നുള്ളതാണ്. ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ ആകൃതിയായിരിക്കും വെള്ളത്തിന് ഉണ്ടാവുക. So water doesn't have definite shape. It takes the shape of the container it occupies. വലിയ പാത്രത്തിലാണോ എങ്കിൽ വലിയൊരു പാത്രത്തിൽ കണക്കായിട്ട് വെള്ളം എന്ത് ചെയ്യും, നിൽക്കും. ഇനി നീണ്ട പാത്രത്തിലാണോ അല്ലെങ്കിൽ അല്ലെ പരന്ന പാത്രത്തിലാണോ, ഏതാണോ ആ പാത്രത്തിന്റെ ഷേപ്പ് അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, വെള്ളം ഉണ്ടാവുക. അതേപോലെ തന്നെ അല്ലെ, വെള്ളത്തിന് എന്ത് വേണം, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. സ്ഥിതി ചെയ്യണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും സ്ഥലം ആവശ്യമാണ്. അത് വെള്ളത്തിന് മാത്രമല്ല, ഖരമായിക്കോട്ടെ, ദ്രാവകമായിക്കോട്ടെ, വാതകമായിക്കോട്ടെ, ഈ മൂന്ന് അവസ്ഥകൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യവുമുണ്ട്. ഈ മൂന്ന് അവസ്ഥകൾക്കും എന്തുണ്ട്, കൃത്യമായിട്ടുള്ള ഭാരവുമുണ്ട്. ഖരത്തിന് ഭാരമുണ്ട്, ദ്രാവകത്തിന് ഭാരമുണ്ട്, അതുപോലെ തന്നെ വാതകത്തിനും എന്തുണ്ട്, ഭാരം ഉള്ളതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ. മാത്രമല്ല അല്ലെ, ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തിയെക്കുറിച്ചും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഒഴുകുന്ന വെള്ളത്തിന് നല്ല ശക്തിയുണ്ട്. നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ഫോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങളിപ്പം വിചാരിക്കാല്ലേ, ഒരു പൈപ്പ് തുറന്നിട്ടതൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ അങ്ങനെയൊന്നും അല്ല, വളരെ ശക്തി ആർക്കുണ്ട്, ഒഴുകുന്ന വെള്ളത്തിനുണ്ട്. നിങ്ങൾ പ്രളയത്തിന്റെ ഒക്കെ സമയത്ത് അല്ലെ, വീടുകൾ തകർന്നു പോയത് കണ്ടിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട്, അത്രയും ഫോഴ്സിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അല്ലെ ചിലപ്പോൾ എന്ത് ചെയ്യും, വീടുകൾ തകരും. അതേപോലെ തന്നെ ഡാമിന്റെ ഒക്കെ സ്ഥലത്ത് അല്ലെ വലിയ രീതിയിലുള്ള ഫോഴ്സ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ ഈ കെട്ടി നിർത്തിയ വെള്ളത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതി ഉണ്ടാക്കാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മക്കളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ വെള്ളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സവിശേഷതകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ വെള്ളം തന്നെ ചോദിക്കണമെന്നില്ല അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളോട് വേറെ ഏതെങ്കിലും വാതകങ്ങളുടെ പ്രത്യേകതകൾ ചോദിക്കാം. വാതകം എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് കൃത്യമായിട്ടുള്ള ആകൃതിയില്ല അല്ലെ, അവരിങ്ങനെ പരന്ന് നടക്കുന്ന ആളുകളാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ, നമ്മുടെ വായു, ഇതൊക്കെ നമ്മൾ ഉദാഹരണങ്ങളായിട്ട് പറയാറുണ്ട്. വായുവിലുള്ള ഘടകങ്ങളായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ എന്നൊക്കെ പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, വായുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഏതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. പ്രത്യേകതകൾ അല്ലെ. അപ്പോൾ ഏത് പാത്രത്തിൽ നമ്മൾ എടുത്തു കഴിയുന്നോ ആ പാത്രത്തിന്റെ ആകൃതിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്, നമ്മുടെ വെള്ളത്തിനുണ്ടായിരുന്നു. വാതകങ്ങൾക്കും അതുപോലെ തന്നെയാ, അതിന്റെ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷേപ്പ് അതിനനുസരിച്ച് വരും. ഈ ബർത്ത്ഡേ ബലൂണൊക്കെ അതിനനുസരിച്ചുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. കാരണം ഏത് ലെറ്ററിന്റെ ഷേപ്പിലേക്കാണോ നമ്മൾ വായു നിറക്കുന്നത് അതിനനുസരിച്ച് അത് എന്ത് ചെയ്യും, ഫില്ല് ചെയ്ത് നിന്നോളും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ പ്രധാന സവിശേഷതകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക അല്ലെ. ദ്രാവകത്തിന് ഉദാഹരണം പറയുമ്പോൾ ഏതൊക്കെ പറയാം, പാല് പറയാം അല്ലെ, നിങ്ങൾക്ക് മോര് പറയാം, ഇഷ്ടമുള്ള അല്ലെ, നമ്മൾ കഴിക്കുന്നത് മാത്രമല്ല അല്ലാതെയും കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് മണ്ണെണ്ണ പറയാം, പെട്രോൾ പറയാം, ഇതൊക്കെ എന്താണ്, ദ്രാവകങ്ങളാണ്. ഇവയ്ക്ക് ഒഴുകാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ, ദ്രാവകങ്ങൾക്ക് ഒഴുകി ഇങ്ങനെ പോകുന്ന കാണാറില്ലല്ലോ നിങ്ങൾ. യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മക്കളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവുക. എക്സാം അടിപൊളിയായിട്ട് എല്ലാവർക്കും എഴുതാൻ വേണ്ടി പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.